ശിവഭഗവാനെ വിഴുങ്ങിയ പാർവതീദേവിയുടെ കഥ അറിയാമോ? ഒരിക്കൽ പാർവതീദേവിക്ക് അതിയായ വിശപ്പ് തോന്നി. എന്നും ഭഗവാൻ ശിവൻ തന്റെ ഭക്ഷണശേഷം കുറച്ചു ഭക്ഷണം പാർവതീദേവിക്ക് മാറ്റിവെക്കുമായിരുന്നു. എന്നാൽ അന്ന് ശിവഭഗവാൻ തന്റെ ഭക്ഷണം മുഴുവൻ കഴിച്ചു. ഇതു കണ്ട് പാർവതീദേവിക്ക് വളരെ അധികം ദേഷ്യം വന്നു. ദേഷ്യത്തോടെ ശിവഭഗവാന്റെ അടുത്ത് ചെന്ന് തനിക്കായി ഭക്ഷണം മാറ്റിവെക്കാത്തതിന്റെ കാരണം ചോദിച്ചു. എന്നാൽ ശിവഭഗവാൻ ധ്യാനത്തിലായിരുന്നതിനാൽ ദേവിക്ക് മറുപടി നൽകിയില്ല. ഇതു ദേവിയെ പ്രകോപിപ്പിച്ചു. കോപകുലയായ പാർവതി തന്റെ വിശപ്പ് അടക്കാൻ അവിടെയുള്ള മലകളും വൃക്ഷങ്ങളും വിഴുങ്ങാൻ തുടങ്ങി. എന്നിട്ടും വിശപ്പ് അടങ്ങാതെ ദേവി ശിവഭഗവാനെ വിഴുങ്ങി. ഭഗവാൻ ശിവനെ വിഴുങ്ങിയപ്പോൾ പാർവതി ദേവിയുടെ വിശപ്പ് ശമിച്ചെങ്കിലും പെട്ടെന്ന് ഒരു വിധവയുടെ രൂപത്തിലേക്ക് മാറി. പെട്ടെന്ന് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി തന്റെ പതിയെ വിഴുങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്തു ചെയ്യും എന്നു അറിയാതെ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ആ സമയം മഹാദേവൻ പുറത്തു വരികയും പാർവതി ദേവി പഴയ രൂപത്തിലേക്ക് വരികയും ചെയ്തു. പാർവതി മഹാദേവനോട് ക്ഷമ ചോദിച്ചു. ഇതിൽ തെറ്റൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ ലീലകളാണ്. ദേവിയുടെ ഈ രൂപം ഭാവിയിൽ ധൂമാവതി എന്നു അറിയപ്പെടുകയും കൂടാതെ വിധവ രൂപത്തിൽ ആരാധിക്കുകയും ചെയ്യും എന്നു പറഞ്ഞ് മഹാദേവൻ ദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. മാതാ ധൂമാവതി തന്റെ ഭക്തരുടെ ദുരിതങ്ങൾ, ദൗർഭാഗ്യം, ദാരിദ്ര്യം എന്നിവ ഇല്ലാതാക്കുന്നു. മാതാ ധൂമാവതിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുകയും ഐശ്വര്യം, അറിവ്, മോക്ഷം, ശത്രുവിനാശം, അഭിഷ്ടവതി എന്നിവ തരുന്ന ദേവിയായും ധൂമാവതി ദേവിയെ ആരാധിക്കുന്നു. ധൂമാവതി ദേവിയെ ഒരു വൃദ്ധയും വിധവയുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഭയപ്പെടുത്തുന്നതും മെലിഞ്ഞതും വരണ്ടതും ആയ രൂപമാണ് ദേവിയുടേത്. ഒരു കൈയിൽ ചൂലും മറുകയിൽ തീയും വഹിച്ചുകൊണ്ട് തേരിലോ കഴുതപ്പുറത്തോ സഞ്ചരിക്കുന്നതാണ് സങ്കല്പം.